അടുത്ത നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ചില പ്രധാന സംഭവങ്ങൾ താഴെ ചേർക്കുന്നു. ഈ സംഭവങ്ങളുടെ കാലക്രമം കണ്ടെത്തുക. നമ്മളത് കണ്ടെത്തിയിട്ടായിരുന്നു പോരുന്നത്. ഏതായിരുന്നു? നമ്മുടെ 4, 1, 2, 3, 5 ആണ് ഇവിടെ വരേണ്ട കാലക്രമം. അതായത് ബംഗാൾ ഗസറ്റ്, അതിനുശേഷം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, അതിനുശേഷം ചൗരി ചൗര സംഭവം, അതിനുശേഷം ഉപ്പ് സത്യാഗ്രഹം, അതിനുശേഷം ക്വിറ്റ് ഇന്ത്യ. അതായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. ഇനി അതിൻ്റെ ഓരോ വർഷങ്ങളും അതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. നോക്കി, ബംഗാൾ ഗസറ്റ് നടന്ന വർഷം 1780 ജനുവരി 29 ഓർത്തിരിക്കണം. 1780 ജനുവരി 29 നടന്നത്. ഇനിയും ജാലിയൻ വാലാബാഗോ 1919 ഏപ്രിൽ 13 1919 ഏപ്രിൽ 13 ഇനി ചൗരി ചൗര സംഭവം 1922 ഫെബ്രുവരി 5 അതായത് നമ്മുടെ ചൗരി ചൗര ഗ്രാമത്തിൽ വെച്ച് ഒരു കോൺഗ്രസ് സമ്മേളനം നടക്കുകയുണ്ടായി. ആ കോൺഗ്രസ് സമ്മേളനത്തെ നേരെ പോലീസിൻ്റെ നമ്മുടെ ബ്രിട്ടീഷ് പോലീസ് വെടിവെച്ചു. അതിനുള്ള നമ്മുടെ ഈ ഒരു സംഭവത്തിൽ ക്ഷുഭിതരായ നമ്മുടെ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും ഏകദേശം ഒരു 22 പോലീസുകാരോളം അഗ്നിക്കിരയെ കത്തിച്ചു കളഞ്ഞു. അങ്ങനെ അഗ്നിക്കിരയും ചെയ്ത സംഭവമാണ് ഈ ചൗരി ചൗര സംഭവം. അതിനുശേഷം ഉപ്പ് സത്യാഗ്രഹം കുടിയേറിയത് 1930 ക്വിറ്റ് ഇന്ത്യ വരുന്നത് 1942 സോ നമ്മുടെ ഓർഡർ കിടക്കുന്നത് ബംഗാൾ ഗസറ്റ്, ജാലിയൻ വാലാബാഗ്, ചൗരി ചൗര, പിന്നെ ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ. ഇതാണ് നമ്മുടെ ഓർഡർ വരുന്നത്. ഇനിയും ഇന്ത്യയിലെ ആദ്യ ദിനപത്രം ഏതാണ്? ബംഗാൾ ഗസറ്റാണ്. ഓർത്തിരിക്കണം, ഇന്ത്യയിലെ ആദ്യ ദിനപത്രമാണ് ഈ പറയുന്ന ബംഗാൾ ഗസറ്റ്, നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷനിലുള്ളത്. ഇനി ഇന്ത്യയിലെ ആദ്യ ദിനപത്രം ആരംഭിച്ചത് ജെയിംസ് അഗസ്റ്റിൻ ഹിക്കിയാണ്. ഇന്ത്യയിലെ ആദ്യ ദിനപത്രം ആരംഭിച്ചത് ജെയിംസ് അഗസ്റ്റ് ഹിക്കിയാണ്. ഇനി അതുപോലെ തന്നെ ഇന്ത്യൻ ന്യൂസ് പേപ്പർ ദിനമായി ആചരിക്കുന്നത് നോക്കിയിട്ട് വേണം പോകാൻ, ജനുവരി 29 കേട്ടോ. ഇന്ത്യൻ ന്യൂസ് പേപ്പർ ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 29. ബംഗാൾ ഗസറ്റ് പുറത്തിറക്കിയത് കൊൽക്കത്തയിൽ നിന്നാണ്. ആദ്യത്തെ എഡിഷൻ പുറത്തിറങ്ങിയത് നമ്മുടെ കൊൽക്കത്തയിൽ നിന്നാണ് ബംഗാൾ ഗസറ്റ് പത്രം പുറത്തിറങ്ങിയത്. ബംഗാൾ ഗസറ്റിൻ്റെ ആദ്യ നാമം കൽക്കട്ട ജനറൽ അഡ്വൈസർ. ഓർത്തിരിക്കണം, ബംഗാൾ ഗസറ്റിൻ്റെ ആദ്യ നാമം എന്ന് പറയുന്നത് കൽക്കത്ത ജനറൽ അഡ്വൈസർ എന്നായിരുന്നു. ഇനി ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ച ഭാഷ, അത് അച്ചടിച്ചു വന്ന ഭാഷ ഇംഗ്ലീഷിലായിരുന്നു. ഓർത്തിരിക്കണം, ആദ്യത്തെ പത്രം അച്ചടിച്ചു വന്ന ഭാഷ ഇംഗ്ലീഷിലായിരുന്നു. ഇനി ഇന്ത്യൻ ന്യൂസ് പേപ്പർ ദിനം ജനുവരി 29 നമ്മുടെ ഇന്ത്യൻ ന്യൂസ് പേപ്പർ ദിനമായി ആചരിക്കുക ജനുവരി 29 കണ്ടു. അത് തന്നെ ഒന്നുകൂടി പറയുന്നേ ഉള്ളൂ. ഇനി ദേശീയ പ്രസ് ദിനം നവംബർ 16. ലോക പത്ര സ്വാതന്ത്ര്യ ദിനം മെയ് 3 കഴിഞ്ഞ ദിവസമൊക്കെ സ്റ്റാറ്റസിൽ ഞാൻ കണ്ടിരുന്നു ചില ഈ നമ്മുടെ പത്രാധിപരുള്ള ഫ്രണ്ട്സൊക്കെ ലോക പത്ര സ്വാതന്ത്ര്യ ദിനമായിട്ട് ബന്ധപ്പെട്ട് ഈ ജേർണലിസ്റ്റൊക്കെ ഈ പറഞ്ഞ മെയ് 3 സ്റ്റാറ്റസ് ഇടുകയുണ്ടായി. അവരുടെ ഡേ അല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് സ്റ്റാറ്റസ് ഇടുകയുണ്ട്. സോ ഓർത്തിരിക്കണം, ലോക പത്ര സ്വാതന്ത്ര്യ ദിനം മെയ് 3. ഇനിയും മലയാളത്തിലെ ആദ്യ ദിനപത്രം ചോദിക്കുന്ന സ്ഥിരം ചോദ്യമാണ് രാജ്യസമാചാരം. ഓർത്തിരിക്കണം, മലയാളത്തിലെ ആദ്യ ദിനപത്രം എന്ന് പറയുന്നത് രാജ്യസമാചാരമാണ്. രാജ്യസമാചാരം ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടട്ടാണ് കേട്ടോ. ഹെർമൻ ഗുണ്ടട്ടാണ് രാജ്യസമാചാരം എന്ന് പറഞ്ഞ പത്രം ആരംഭിച്ച വർഷം 1847. അതായത് ബംഗാൾ ഗസറ്റ് ആരംഭിച്ച് ഏകദേശം വീണ്ടും ഒരു 50-60 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് രാജ്യസമാചാരം എന്ന് പറഞ്ഞ മലയാളത്തിലെ ആദ്യ ദിനപത്രം ആരംഭിച്ചത്. രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ച സ്ഥലം തലശ്ശേരിയിലുള്ള ഇല്ലിക്കുന്ന് ബംഗ്ലാവിലാണ് രാജ്യസമാചാരം ആരംഭിച്ചത്. ഇനിയും ഓരോ പത്രങ്ങളും അതിനുശേഷം നമ്മുടെ നവോത്ഥാന നായകന്മാരും അതുപോലെ തന്നെ കടന്നു വന്ന ഒരുപാട് വ്യക്തികൾ അവരുടെ സമുദായത്തിൻ്റെ പേരിലും അല്ലാതെ സമൂഹത്തിൽ നടക്കുന്ന വിഷമതകളും അതുപോലെ തന്നെ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടുന്നതിനായിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള ജനങ്ങളെ അറിയിക്കുന്നതിനായിട്ട് പത്രം മാധ്യമം വഴി ഇറക്കുകയുണ്ടായി. അതിൻ്റെ സ്ഥാപകരും അതുപോലെ തന്നെ ഏത് പത്രമാണ് ചോദിച്ചിട്ടുണ്ട്. നോക്കി, കെ അയ്യപ്പനാണെങ്കിൽ സഹോദരൻ എന്ന് പറഞ്ഞ പത്രവും കെ അയ്യപ്പൻ വേലക്കാരൻ എന്ന് പറഞ്ഞ പത്രവും കേട്ടോ. 2 പത്രങ്ങളുണ്ട്. കെ അയ്യപ്പന് സഹോദരൻ എന്ന് പറയുന്നതും വേലക്കാരൻ എന്ന് പറഞ്ഞ പത്രവും കെ അയ്യപ്പൻ തന്നെയാണ്. പിന്നെ കെ പി കേശവമേനോനാണ് മാതൃഭൂമി ചോദിച്ചിട്ടുള്ളതാണ്. കെ പി കേശവമേനോനാണ് മാതൃഭൂമി പത്രം ഇറക്കിയത്. പിന്നെ സി വി കുഞ്ഞിരാമനാണ് കേരള കൗമുദി. പിന്നെ പറവൂർ കേശവനാശാനാണ് സുജാനന്ദിനി. ഇതൊക്കെ ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല.
പിന്നെ നിധിയിരിക്കൽ മാണി കത്തനാറാണ് നസ്രാണി ദീപിക, ഇപ്പോൾ ഇറങ്ങുന്ന ദീപിക എന്ന് പറയുന്നത്. പിന്നെ വൈക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി, ചെങ്കുളത്ത് കുഞ്ഞിരാമൻ മേനോൻ കേരള പത്രിക, പിന്നെ കുരൂർ നീലകണ്ഠ നമ്പൂതിരിപ്പാട് ലോകമാന്യൻ, പിന്നെ കണ്ടത്തൽ വർഗീസ് മാപ്പിള മലയാള മനോരമ. ഓർത്തിരിക്കണം ഏതൊക്കെ പത്രങ്ങൾ ആരൊക്കെ കണ്ടെത്തി എന്ന്, അല്ലെങ്കിൽ ആരൊക്കെയാണ് അതിൻ്റെ സ്ഥാപകരെന്നും നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്, ചോദിച്ചിട്ടുള്ളതാണ്. ഇനി മലയാളത്തിലെ രണ്ടാമത്തെ ദിനപത്രമാണ് പഞ്ചിമോദയം. ഓർത്തിരിക്കണം, പഞ്ചിമോദയമാണ് രണ്ടാമത്തെ ദിനപത്രം. 1847 തന്നെയാണ് സ്ഥാപിച്ചത്. ഓർത്തിരിക്കണം, ആദ്യത്തെ ആണെങ്കിൽ രാജ്യസമാചാരം ആരംഭിച്ചത് നമ്മുടെ ഹെർമൻ ഗുണ്ടറ്റാണ്. രണ്ടാമത്തെ ആണെങ്കിൽ ഏതായിരുന്നു, നമ്മുടെ പഞ്ചിമോദയമാണ് 1847. ഇനി കേരളത്തിലെ നിരോധിച്ച ആദ്യ പത്രം സതിഷ്ഠവാടി കേട്ടോ. സതിഷ്ഠവാടി എന്ന് പറഞ്ഞ പത്രമാണ് നമ്മുടെ കേരളത്തിൽ നിരോധിച്ച ആദ്യ പത്രം. അത് ആരംഭിച്ചത് WH മുറാണ്. WH മുറാണ് സതിഷ്ഠവാടി എന്ന് പറഞ്ഞ പത്രം ആരംഭിച്ചത്. ഇനിയും ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ 13. വർഷം ചോദിച്ചിട്ടുണ്ട്, ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓർത്തിരിക്കണം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് നമ്മുടെ 1919 ഏപ്രിൽ 13. ഇനി അത് കാരണമായ നിയമം റൗലറ്റ് ആക്ട് ആണ് അതിന് കാരണമായ നിയമം. ഇനിയും ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം പഞ്ചാബിലുള്ള അമൃത്സറിലാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ഇനിയും പഞ്ചാബിൽ റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ് ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ടുപേരുടെയും പേര് ഓർത്തിരിക്കണം. സൈഫുദ്ദീൻ കിച്ലുവും ഡോക്ടർ സത്യപാലുമാണ് പഞ്ചാബിൽ റൗലറ്റ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരുന്നത്. ഇനിയും 1919 ഏപ്രിൽ 10 ഡോക്ടർ സത്യപാലിൻ്റെയും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചുവിൻ്റെയും അറസ്റ്റ് ചെയ്ത് രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. ഡോക്ടർ സത്യപാലിൻ്റെയും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചുവിൻ്റെയും അറസ്റ്റിൽ പ്രതിരോധം രേഖപ്പെടുത്തിയായി ജാലിയൻ വാലാബാഗിൽ യോഗം ചേർന്നു. ഇവിടെ വെച്ചാണ് എന്ത് സംഭവിച്ചത്, നമ്മുടെ പഞ്ചാബ് ഗവർണറായിരുന്ന മൈക്കിൾ ഒ ഡയർ അവർക്കെതിരെ നമ്മുടെ സ്ട്രൈക്ക് നടത്തി അവിടെ കൊലപാതകം നടക്കുവാനായിട്ട് ഇടയായത്. അപ്പോൾ ഓർത്തിരിക്കാൻ, ഡോക്ടർ സത്യപാലിൻ്റെയും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചുവിൻ്റെയും അറസ്റ്റിൽ പ്രതിരോധം രേഖപ്പെടുത്തിയാനായി ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ കൂടിച്ചേരുകയുണ്ടായി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ പഞ്ചാബ് ഗവർണർ ആയിരുന്നു മൈക്കിൾ ഒ ഡയർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ജനറൽ റെജിനാൾഡ് ഡയർ കേട്ടോ. ജനറൽ റെജിനാൾഡ് ഡയർ ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ. ഇനി പഞ്ചാബിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ജനറൽ റെജിനാൾഡ് ഡയർ. കാരണം ഓർത്തിരിക്കണം, ഈ ജാലിയൻ വാലാബാഗിന് കൂട്ടക്കൊലയ്ക്ക് ഓർഡർ കൊടുത്തത് ജനറൽ റെജിനാൾഡ് ഡയറാണ്. അതുകൊണ്ട് തന്നെ പഞ്ചാബിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ജനറൽ റെജിനാൾഡ് ഡയർ തന്നെയാണ്. കാരണം ആ കൊലയ്ക്ക് ഓർഡർ കൊടുത്ത വ്യക്തിയാണ് ജനറൽ റെജിനാൾഡ് ഡയർ. അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് പഞ്ചാബിലെ കശാപ്പുകാരൻ എന്ന് അറിയപ്പെടുന്നത്. ഇനിയും ഈ പറഞ്ഞ റെജിനാൾഡിനെ നമ്മുടെ ഉദ്ധം സിംഗ് ചെന്ന് കൊല്ലുകയുണ്ടായി. അതായത് നമ്മുടെ മൈക്കിൾ ഒ ഡയറിനെ വധിച്ച നമ്മുടെ വിപ്ലവകാരിയാണ് ഉദ്ധം സിംഗ്. 1940 മാർച്ച് 13 നമ്മുടെ ഉദ്ധം സിംഗ് ഈ നമ്മുടെ ആരെയായിരുന്നു മൈക്കിൾ ഒ ഡയറിനെ നമ്മുടെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ പഞ്ചാബിലെ ഗവർണറായിരുന്ന മൈക്കിൾ ഒ ഡയറിനെ വധിക്കുകയുണ്ടായി. വധിച്ച വിപ്ലവകാരിയാണ് ഉദ്ധം സിംഗ്. ഉദ്ധം സിംഗിനെ പിന്നീട് പിടിച്ച് അവർ തൂക്കിലേറ്റി. തൂക്കിലേറ്റിയത് ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയ വർഷം 1940 ജൂലൈ 31. ഇനിയും ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച മലയാളിയാണ് സി ശങ്കരൻ നായർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. 1919 ഒക്ടോബർ 14 ഈ ഒരു കമ്മീഷൻ നിയമിതമായത്. ഈ കമ്മീഷൻ എന്താണ് നടന്നതെന്നുള്ള റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 1920. ഇനിയും ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്നു ചെംസ്ഫോർഡ് പ്രഭു കേട്ടോ. നമ്മുടെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്നു ചെംസ്ഫോർഡ് പ്രഭു. ഇവരുടെ രണ്ടുപേരുടെ ഓർത്തിരിക്കണം, പഞ്ചാബ് ഗവർണറായിരുന്ന മൈക്കിൾ ഒ ഡയറും പിന്നെ അതുപോലെ നേതൃത്വം കൊടുത്ത ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ജനറൽ റെജിനാൾഡ് ഡയറും കേട്ടോ. അത് ആ രണ്ട് പേരാണ് കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ളത്. ഇനിയും ഇത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല പ്രതിഷേധിച്ച്
കൈസർ ഇ ഹിന്ദ് പദവി തിരികെ നൽകിയ നേതാവാണ് നമ്മുടെ മഹാത്മാഗാന്ധി. ഓർത്തിരിക്കണം, കൈസർ ഇ ഹിന്ദ് പദവി തിരികെ നൽകിയ നേതാവാണ് മഹാത്മാഗാന്ധി. അതുപോലെ തന്നെ സർ പദവി കേട്ടോ, ഈ ഒരു പ്രസിദ്ധി തന്നെ സർ പദവി തിരികെ നൽകിയ നേതാവാണ് രവീന്ദ്രനാഥ് ടാഗോർ. ഓർത്തിരിക്കണം, രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കണം. ജാലിയൻവാല കൂട്ടക്കൊലയിൽ പ്രത്യേകിച്ച് കൈസർ ഇ ഹിന്ദ് പദവി നൽകിയത് മഹാത്മാഗാന്ധിയും സർ പദവി തിരികെ നൽകിയത് രവീന്ദ്രനാഥ് ടാഗോറുമാണ്. ഇനി ചൗരി ചൗര സംഭവം നടന്ന സംസ്ഥാനം ഖേരപൂർ ജില്ല, ഉത്തർപ്രദേശിലുള്ള ഖേരപൂർ ജില്ലയിലാണ് ചൗരി ചൗര സംഭവം നടന്നത്. എന്താണത് കണ്ടോ, 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ഖോർപൂർ ജില്ലയിൽ ചൗരി ചൗര ഗ്രാമങ്ങളിൽ നടന്ന കോൺഗ്രസ് ജാഥയ്ക്ക് നേരെ പോലീസ് വെടിവെച്ചു. തുടർന്ന് ക്ഷുബ്ധരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും 22ഓളം പോലീസുകാർ അഗ്നിക്കിരയുകയും ചെയ്തു. അവർ കത്തിച്ച് കളഞ്ഞു മൊത്തത്തിൽ. ഓർത്തിരിക്കണം, ചൗരി ചൗര സംഭവം എന്ന് പറഞ്ഞാൽ 1922 ഫെബ്രുവരി 5 നമ്മുടെ ഖോർപൂർ ജില്ലയിൽ, ഉത്തർപ്രദേശിലുള്ള ഖോർപൂർ ജില്ലയിൽ വെച്ച് കോൺഗ്രസ് സമ്മേളനം നടക്കുമ്പോൾ ജാഥയ്ക്ക് നേരെ പോലീസ് വെടിവെച്ചുണ്ടായി. അതിൻ്റെ ക്ഷുഭിതരായിട്ട് ജനക്കൂട്ടം പോയി പോലീസ് സ്റ്റേഷൻ കത്തിക്കുകയും 22 പോലീസ് ഉദ്യോഗസ്ഥരോളം എവിടെയാണ് നമ്മുടെ അഗ്നിക്കിരയുകയും ചെയ്തു. ഇനിയും ചൗരി ചൗര സംഭവത്തെക്കുറിച്ച് തുടർന്ന് ഗാന്ധിജി പിൻവലിച്ച പ്രസ്ഥാനമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. കാരണം ഇന്ത്യ മൊത്തം ഗാന്ധിജി പറഞ്ഞതായിരുന്നു നിസ്സഹകരണം നമ്മൾ നടത്തണമെന്ന്. കേരളത്തിലുണ്ടായിരുന്നു അതിൻ്റെ ചെറിയ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് അല്ലേ. ഓർത്തിരിക്കണം, ഈ ഒരു സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നമ്മുടെ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുകയുണ്ടായി. ഇനി ചൗരി ചൗര സംഭവത്തെക്കുറിച്ച് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിനെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. കാരണം ഇന്ത്യ മൊത്തത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് ഗാന്ധിജി ആഹ്വാനം ചെയ്ത പോലെ തന്നെ സമരമുറകൾ കുടിയേറി വന്നതാണ് നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രസ്ഥാനം ഈ ഒരു സംഭവത്തോടുകൂടി നിർത്തേണ്ടി വന്നപ്പോൾ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് അത് പിൻവലിച്ചവൻ പറഞ്ഞു ദേശീയ ദുരന്തമാണ് സംഭവിച്ചത്. കണ്ടോ, ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിനെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചതാണ് സുഭാഷ് ചന്ദ്രബോസ്. ഇനി ജനങ്ങൾക്ക് അഹിംസയുടെ മാർഗം ശരിയായി മനസ്സിലായില്ല എന്ന് ഗാന്ധി വിശേഷിപ്പിച്ച സംഭവമാണ് ചൗരി ചൗര സംഭവം. കാരണം അത്രയും മരണങ്ങളുണ്ടായപ്പം ഗാന്ധിജിയുടെ ഗാന്ധിജി എല്ലാത്തിനെയും മിക്ക കാര്യങ്ങളും നേരിട്ടുകൊണ്ടിരുന്നത് അഹിംസ എന്ന് പറഞ്ഞ മാർഗത്തിലൂടെ. കാരണം വലിയ യുദ്ധങ്ങളോ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളോ വലിയ മരണങ്ങളോ ഒന്നുമില്ലാതെ അഹിംസയിലൂടെയാണ് അദ്ദേഹം നടത്തിയത്. ഓരോ സമരമുറകൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പം ഓർത്തിരിക്കണം, ജനങ്ങൾക്ക് അഹിംസയുടെ മാർഗം ശരിയായി മനസ്സിലായില്ല എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവമാണ് ചൗരി ചൗര സംഭവം. ഇനി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ വൈസ്രോയി ആയിരുന്നു ചെംസ്ഫോർഡ് പ്രഭു. നിസ്സഹകരണ പ്രസ്ഥാനം തീവ്രതയിലെത്തുകയും പിൻവലിക്കുകയും ചെയ്തപ്പോൾ വൈസ്രോയി ആയിരുന്നു റീഡിംഗ് പ്രഭു കേട്ടോ. റീഡിംഗ് പ്രഭുവാണ് അത് പിൻവലിക്കുമ്പോഴും അതുപോലെ തന്നെ തീവ്രതയിൽ നിൽക്കുമ്പോഴുമുള്ള പ്രഭു. സിവിൽ നിയമ ലംഘനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി ആരംഭിച്ച സമരമാണ് ഉപ്പ് സത്യാഗ്രഹം. ഓർത്തിരിക്കണം, സിവിൽ നിയമ ലംഘനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി ആരംഭിച്ച സമരമാണ് ഉപ്പ് സത്യാഗ്രഹം. ജാഥ ആരംഭിച്ചത് 1930 മാർച്ച് 12 കേട്ടോ. നമ്മുടെ 1930 മാർച്ച് 12 ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത്. കാരണം നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഉപ്പ് ടാക്സ് അല്ലെങ്കിൽ അതിനും പണം കൊടുക്കണം എന്ന് പറഞ്ഞ കേസ് വന്നപ്പോൾ ഗാന്ധിജി ആരംഭിച്ചതാണ് ഉപ്പ് സത്യാഗ്രഹം. കേരളത്തിലും ഇതിൻ്റെ കുടിയേറിയുണ്ടായി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതല്ലേ, നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലും കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിലും ഒക്കെ കേരളത്തിൽ കുടിയേറിയുണ്ടായി. കേരളത്തിൽ നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു നമ്മുടെ കെ കേളപ്പൻ അല്ലേ. ഓർത്തിരിക്കണം, കെ കേളപ്പനാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി വന്നത്. ഇനിയും സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. ഗാന്ധിജി ദണ്ഡി യാത്ര ആരംഭിച്ചത് സബർമതി ആശ്രമത്തിൽ നിന്ന്. ചോദിച്ചിട്ടുണ്ട്, ദണ്ഡി യാത്ര ആരംഭിച്ചത് സബർമതി ആശ്രമത്തിൽ നിന്നാണ്. ഇനിയും ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയെ അനുഗമിച്ച അനുയായികളുടെ എണ്ണമാണ് 78. നമ്മൾ പടം കാണാറുണ്ടല്ലേ, നമ്മുടെ ഈ ദണ്ഡി യാത്രയുടെ ഫോട്ടോയ്ക്കകത്ത് കാണാൻ പറ്റും. മെയിൻ ആൾക്കാരെല്ലാം അതിൻ്റെ പുറകെ നടന്നു വരുന്നത്. ഓർത്തിരിക്കണം, ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയെ അനുഗമിച്ച അനുയായികളുടെ എണ്ണമാണ് 78.
ദണ്ഡി മാർച്ചിൽ ഗാന്ധിജി നമ്മുടെ ഗാന്ധിജിയും അനുയായികളും ആലപിച്ച ഗാനമാണ് രഘുപതി രാഘവ രാജാരാം കേട്ടോ. രഘുപതി രാഘവ രാജാരാം. നമ്മൾ ഗാന്ധിജിയുടെയൊക്കെ എന്താ സ്കൂളിലൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മൾ ഇടുന്ന പാട്ടില്ലേ, അതാണ് ദണ്ഡി മാർച്ചിൽ ഗാന്ധിജിയും അനുയായികളും ആരംഭിച്ച ഗാനം. ഇനിയും ഇത് രചിച്ചത് ലക്ഷ്മണാചാര്യയാണ്, ഓർത്തിരിക്കണം. രഘുപതി രാഘവ രാജാറാം എന്ന ഭജന രചിച്ചത് ലക്ഷ്മണാചാര്യയാണ്. ഇനിയും കേരളത്തിലാണെങ്കിലോ ഏതായിരുന്നു, ഏത് പാട്ട് പാടിയായിരുന്നു, ഓർമ്മയുണ്ടോ? കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം നടക്കുമ്പോൾ അറിയോ? കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടക്കുമ്പോൾ ഏത് പാട്ടും പാടിയാണ്, അല്ലെങ്കിൽ ഏത് ഗാനവും ആലപിച്ചാണ് അവർ ഉപ്പ് സത്യാഗ്രഹം നടത്തിയത്? ഓർമ്മയില്ലേ? വെരിക വെരിക സഹചര്യ എന്ന് പറഞ്ഞ അംശി നാരായണപിള്ള എഴുതിയ ഗാനം ആലപിച്ചാണ് കേരളത്തിൽ ഈ നമ്മുടെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. നമ്മുടെ ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയും അനുയായികളും പാടിയ ഗാനമാണ്, അല്ലെങ്കിൽ പാടിയ ഭജനയാണ് രഘുപതി രാജാറാം എന്ന ലക്ഷ്മണാചാര്യ എഴുതിയ ഭജന പാടിക്കൊണ്ടാണ് നമ്മുടെ ഗാന്ധിജിയും അനുയായികളും ദണ്ഡി യാത്ര നയിച്ചത്. രണ്ടും കണക്ട് ചെയ്ത് പഠിക്കാമെങ്കിൽ എളുപ്പമായിരിക്കും കേട്ടോ. ഇനി രഘുപതി രാഘവയ്ക്ക് ഈണമിട്ട ഹിന്ദി സ്പാനിഷ് സംഗീതജ്ഞനാണ് വിഷ്ണു ദിഗംബർ പൊലസ്വർ കേട്ടോ, ഓർത്തിരിക്കണം. ഇതിന് ഈണമിട്ട അല്ലെങ്കിൽ ട്യൂൺ കൊടുത്തതാണ് വിഷ്ണു ദിഗംബർ. ഇനിയും ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നത് 1930 ഏപ്രിൽ 5-നാണ്, ഓർത്തിരിക്കണം. നമ്മുടെ ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തി കഴിഞ്ഞ ശേഷം ദണ്ഡി യാത്ര നടത്തി നമ്മുടെ ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നത് 1930 ഏപ്രിൽ 5-നാണ് കേട്ടോ. 1930 ഏപ്രിൽ 5-നാണ്. ഇനി ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 6-നാണ് കേട്ടോ. നമ്മൾ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഉപ്പ് നിയമം അവർ നമുക്കെതിരെ വെച്ചിരുന്ന ടാക്സും കാര്യങ്ങളും എല്ലാം ലംഘിച്ചത് 1930 ഏപ്രിൽ 6-നാണ്. അടുത്തത് ഗാന്ധിജിയെ നിയമലംഘനം നടത്തിയതിന് അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ച ജയിലാണ് യർവ ജയിൽ, പൂനെയിലുള്ള യർവാദ ജയിലിലാണ് ഗാന്ധിജി നിയമലംഘനം, അതായത് അവർക്കെതിരെയുള്ള നിയമലംഘനം ഉപ്പ് സത്യാഗ്രഹത്തിനകത്ത് ലംഘിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് അവരെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ച ജയിലാണ് യർവാദ ജയിൽ. ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാണ് അബ്ബാസ് ത്യാബ്ജി കേട്ടോ. അബ്ബാസ് ത്യാബ്ജിയാണ് ഗാന്ധിജി അറസ്റ്റ് ചെയ്ത് പോയതിനു ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. അബ്ബാസ് ത്യാബ്ജിയുടെ അറസ്റ്റിന് ശേഷം സമരത്തിന് നേതൃത്വം കൊടുത്താണ് സരോജിനി നായിഡു. അബ്ജാദ് തായിഡിനെയും അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം സരോജിനി നായിഡു വന്നു. സരോജിനി നായിഡുവാണ് പിന്നീട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്. ഇന്ത്യയിലെ കിഴക്കൻ പ്രവിശ്യങ്ങളിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാണ് റാണി ഗെയ്ഡിൻലു, ഓർത്തിരിക്കണം. ഇന്ത്യയിലെ കിഴക്കൻ പ്രവിശ്യങ്ങളിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാണ് റാണി ഗെയ്ഡിൻലു. ഇനി ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യങ്ങളിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് ശക്തി പ്രാപിച്ചത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനിൻ്റെ നേതൃത്വത്തിലായിരുന്നു. പിന്നെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി തമിഴ്നാട്ടിൽ തൃശ്ശൂനാപ്പള്ളിയിൽ നിന്നും വേദാരണ്യം കടപ്പുറത്തേക്ക് മാർച്ച് നടത്തിയത് സി രാജഗോപാചാരിയായിരുന്നു കേട്ടോ. ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി തമിഴ്നാട്ടിൽ തൃശ്ശൂനാപ്പള്ളിയിൽ നിന്നും വേദാരണ്യം കടപ്പുറത്തേക്ക് മാർച്ച് നടത്തിയത് സി ഗോപാചാര്യയുടെ നേതൃത്വത്തിലായിരുന്നു. സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തിവെക്കാൻ കാരണമായ സന്ധിയാണ് 1931 ഗാന്ധി ഇൻ്റർവെൻഷൻ സന്ധി കേട്ടോ, ഓർത്തിരിക്കണം. സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായിട്ട് നിർത്തിവെക്കാൻ കാരണമായ സന്ധിയാണ് 1931 ഗാന്ധി ഇൻ്റർവെൻഷൻ സന്ധി. ഇനി സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഔദ്യോഗികമായി പിൻവലിക്കപ്പെട്ടത് 1934-ലാണ്. ഇനി ഉപ്പ് സത്യാഗ്രഹവുമായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് ഉപ്പ് സമരായുധമായി തിരഞ്ഞെടുക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. അതുകൊണ്ട് ഉപ്പ് സമരായുധമായിട്ട് തിരഞ്ഞെടുക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? കാരണം നമുക്കറിയാമല്ലോ, ഉപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ എല്ലാ ദിവസവും വേണ്ടതാണ്. വളരെ വില കുറഞ്ഞ ഒരു സാധനം അല്ലേ? ആ ഒരു സാധനത്തെ നമ്മൾ സമരായുധമായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? 1. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നികുതി വരുമാനത്തിൽ 2/5 ഉപ്പിന് മേൽ ചുമത്തുന്ന നികുതിയായിരുന്നു. ഓർത്തിരിക്കണം, ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നികുതി വരുമാനത്തിൽ എന്തായിരുന്നു? 2/5 ഉപ്പിന് മേൽ ചുമത്തുന്ന നികുതി. കാരണം എല്ലാവർക്കും ആവശ്യമുണ്ട്, സോ അതിന് മേൽ നികുതി കൊടുത്തിയാൽ കൂടുതൽ പൈസ അവർക്ക് കിട്ടും.
ഇനി ദരിദ്രർക്ക് ഈ നികുതി വലിയ ഭാരമായിരുന്നു അല്ലേ. പാവപ്പെട്ടവരായ ആ വ്യക്തികളെ സംബന്ധിച്ചോളം, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളവരെ സംബന്ധിച്ചോളം ഈ ഒരു നികുതി കൊടുക്കുക എന്നുള്ളത്, 2 കൊടുക്കുക എന്നുള്ളത് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. തദ്ദേശീയമാരായ ചെറുകിട ഉൽപ്പാദകർക്ക് മേൽ ഉപ്പുണ്ടാക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തി. കാരണം ചെറുകിട കർഷകരൊക്കെ ഉപ്പ് ഉണ്ടാക്കിയുണ്ടായി, അതെല്ലാം അവർ നിരോധിച്ചു. അടുത്തത്, ഉപ്പിൻ്റെ വില 3 മടങ്ങ് വർദ്ധിച്ചു. കാരണം അവരുടെ മാത്രമേ സാധനമുള്ളൂ. അങ്ങനെ വന്നപ്പോൾ അവർ ഉപ്പിൻ്റെ വില 3 മടങ്ങ് വർദ്ധിപ്പിച്ചു. സാധാരണക്കാരനെ ഉണർത്താൻ ഉതകുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു ഉപ്പ് നികുതി എടുത്തു കളയുക എന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗാന്ധിജിക്ക് മനസ്സിലായി, ഉപ്പ് ഒരു സമരായുധമായിട്ട് എടുത്താൽ എല്ലാവരും തന്നെ അതിലേക്ക് വരും. കാരണം എല്ലാവരുടെയും ഡെയിലി ലൈഫിൽ ആവശ്യമുള്ളതാണ്. അല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാകുമെന്ന് ഗാന്ധിജിക്ക് തോന്നിയതുകൊണ്ടാണ് ഉപ്പിനെ ഒരു സമരായുധമായിട്ട് ഗാന്ധിജി തിരഞ്ഞെടുക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. സോ 5 കാര്യങ്ങൾ ഓർത്തിരിക്കണം. സ്റ്റേറ്റ്മെൻറ്റ് രീതിയും ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമുണ്ട്. ഉപ്പ് ഒരു സമരായുധമായി ഗാന്ധിജി തിരഞ്ഞെടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ആ പ്രസ്ഥാനങ്ങളിൽ തെറ്റായിട്ടുള്ള ഏത്, ശരിയായിട്ടുള്ള ഏത് എന്ന് വേണമെങ്കിലും ഒക്കെ ചോദ്യങ്ങൾ വരാം. സോ നോക്കിയിട്ട് വേണം പോകാം കേട്ടോ. അടുത്തത്, ഒന്നെങ്കിൽ ലക്ഷ്യം നേടാൻ കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നെങ്കിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് നൽകും. ഒന്നെങ്കിൽ ജയിക്കണം അല്ലെങ്കിൽ മരിക്കണം എന്ന് പറഞ്ഞാണ് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹ സമരത്തെ പറഞ്ഞത് കേട്ടോ. ഇങ്ങനെ പ്രഖ്യാപിച്ചതാണ്. ഒന്നെങ്കിൽ ലക്ഷ്യം നേടി ഞാൻ തിരികെ വരും, അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ജഡം ഞാൻ സമുദ്രത്തിന് നൽകുമെന്ന് നമ്മുടെ ഉപ്പ് സത്യാഗ്രഹ സമരത്തെ പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ ആ ഒരു സമരത്തെ നടന്നപ്പോൾ ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണിവ. ഇനി ദണ്ഡി യാത്രയെ എൽബയിൽ നിന്ന് നെപ്പോളിയൻ്റെ പാരീസിലേക്കുള്ള മടക്കം എന്ന് വിശേഷിപ്പിച്ചാണ് സുഭാഷ് ചന്ദ്രബോസ്. ഓർത്തിരിക്കണം, എൽബയിൽ നിന്നും നെപ്പോളിയൻ്റെ പാരീസിലേക്കുള്ള മടക്കം എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. ഇനി ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ ശ്രീരാമൻ്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചതാണ് മോത്തിലാൽ നെഹ്റു കേട്ടോ. ഓർത്തിരിക്കണം, ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ ശ്രീരാമൻ്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചതാണ് മോത്തിലാൽ നെഹ്റു. ദണ്ഡി മാർച്ചിനെ ചായക്കോപ്പിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചതാണ് ഇർവിൻ പ്രഭു. ഉണ്ടോ, അത്രയ്ക്ക് പ്രക്ഷോഭമായിരുന്നു കുടിയേറിയത്. കാരണം എല്ലാവരുടെയും ഡെയിലി ലൈഫിൽ വേണ്ട ഒരു സാധനമായിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഈ പറഞ്ഞ നമ്മുടെ ദണ്ഡി അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹത്തിനെ തുണയ്ക്കുകയുണ്ടായി. അപ്പോൾ ഓർത്തിരിക്കണം, ചായക്കോപ്പിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചാണ് ഇർവിൻ പ്രഭു. അടുത്തത്, ക്രിപ്സ് മിഷനെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഉണ്ടോ, ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അവസാന ബഹുജന പ്രക്ഷോഭമാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം കേട്ടോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാന ബഹുജന പ്രക്ഷോഭമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്തത് യൂസഫ് മൊഹലി കേട്ടോ. നോക്കിയിട്ട് വേണം പോകാൻ, ചോദിച്ചിട്ടുണ്ട്. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്തത് യൂസഫ് മൊഹ്ലിയാണ്. കാരണം ഇന്ത്യ വിട്ട് പോവുക എന്ന് അവരോട് നമ്മൾ ആവശ്യപ്പെട്ടതാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ നടന്നത്. നിയമലംഘന പ്രസ്ഥാനത്തിൽ സ്ത്രീകളെയും ഉൾപ്പെടുത്താൻ ഗാന്ധിജി നിർബന്ധിച്ച വനിതയാണ് കമലാദേവി ചതോപാധ്യ കേട്ടോ. ഓർത്തിരിക്കണം, നിയമലംഘന പ്രസ്ഥാനത്തിൽ സ്ത്രീകളെയും ഉൾപ്പെടുത്തണം എന്ന് ഗാന്ധിജിയെ നിർബന്ധിച്ച വനിതയാണ് കമലാദേവി ചതോപാധ്യായ കേട്ടോ. ഇനിയും നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത് അറസ്റ്റിലായ ആദ്യ വനിതയാണ് രുക്മിണി ലക്ഷ്മണിപതി. ഓർത്തിരിക്കണം, ഈ 2 പേര് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ സ്ത്രീകളെയും ഉൾപ്പെടുത്തണം. കാരണം അത്രയും നാളും ഗാന്ധിജി പുരുഷന്മാരെ മാത്രമായിരുന്നു വെച്ചുകൊണ്ട് നമ്മുടെ സമരമുറകളൊക്കെ നടന്നിരുന്നത്. കാരണം സ്ത്രീകളെയും കുട്ടികളെയും ഒഴിവാക്കിയിരുന്നു. പക്ഷേ പകരം നമ്മുടെ കമലാദേവി ചതോപാധ്യായ എന്ന് പറഞ്ഞു, പറ്റത്തില്ല, നമ്മുടെ സ്ത്രീകളെയും കൂടി ഉൾപ്പെടുത്തി നമുക്കിത് കൂടുതൽ സംഘടിതമാക്കണം, അവരെയും എങ്ങനെയും ഇന്ത്യയിൽ നിന്നും പറഞ്ഞു വിടണം, ക്വിറ്റ് ഇന്ത്യക്കകത്ത് എങ്ങനെയും നമുക്ക് വിജയിക്കണമെന്ന് പറഞ്ഞതാണ് നമ്മുടെ കമലാദേവി ചതോപാധ്യ. അതുപോലെ തന്നെ അതിൽ അറസ്റ്റിലായ ആദ്യ വനിതയാണ് രുക്മിണി ലക്ഷ്മണിപതി. ഇനി 1942 ഓഗസ്റ്റ് 8 ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്തിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്. ഗോവാലിയ ടാങ്ക് മൈതാനം ഇപ്പോൾ അറിയപ്പെടുന്നത് അഗസ്തി ക്രാന്തി മൈതാനം കേട്ടോ. അഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നാണ് ഇപ്പം അതിൻ്റെ പേര് അറിയപ്പെടുന്നത്. അതിൻ്റെ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിനൊക്കെ നമ്മൾ പിള്ളേരെയൊക്കെ വീഡിയോ കാണിക്കുമ്പോൾ കാണുന്നതാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു ക്വിറ്റ് ഇന്ത്യയിൽ പ്രമേയം അവതരിപ്പിക്കുന്നത്. ഇനി ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച ദിവസം 1942 ഓഗസ്റ്റ് 9.
ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 9-നാണ്. കാരണം ആരംഭിച്ച ദിവസമാണ് 1942 ഓഗസ്റ്റ് 9-നാണ്. അതുകൊണ്ട് തന്നെ ക്വിറ്റ് ഇന്ത്യ ദിനമായി നമ്മൾ ആചരിക്കുന്നതും ഓഗസ്റ്റ് 9-ആണ്. ക്വിറ്റ് ഇന്ത്യ സമര നായികയാണ് അരുണ അസഫ് അലി കേട്ടോ. അരുണ അസഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായണൻ കേട്ടോ. നായിക അരുണ അസഫ് അലിയും നായകൻ ജയപ്രകാശ് നാരായണുമാണ്. ക്വിറ്റ് ഇന്ത്യ സമരായുനികൾക്ക് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. പഠിക്കണം. നമ്മുടെ ക്വിറ്റ് ഇന്ത്യയ്ക്കാണ് ഗാന്ധിജി പറഞ്ഞു ഒന്നുകിൽ ജീവിക്കണം അല്ലെങ്കിൽ മരിക്കണം. ഡു ഓർ ഡൈ. ഒന്നുകിൽ പ്രവർത്തിക്കണം അല്ലെങ്കിൽ മരിക്കണം എന്ന ഗാന്ധിജി നമ്മുടെ അനുയായികൾ നൽകിയ മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇനിയും ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മിഡ്നാപൂരിലെ താലൂക്കിൽ പശ്ചിമ ബംഗാളിൽ സ്ഥാപിക്കപ്പെട്ട സമരാന്തര സർക്കാരാണ് ത്രാക്മജിലുഡ ജദീയ സർക്കാർ. കുറച്ച് കാലയളവിലേക്ക് മാത്രമായിരുന്നു ഈ പറഞ്ഞ ജദീയ സർക്കാർ കയറുകയുണ്ടായത്. ഇനി അടുത്തത്, ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചതോടെ ഗാന്ധിജി അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചത് പൂനെയിലെ ആഘാർ ഖാൻ കൊട്ടാരത്തിലാണ്. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചതോടെ ഗാന്ധിജി അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചത് പൂനെയിലെ ആഘാ ഖാൻ കൊട്ടാരത്തിലാണ്. ഇനി ആഘാ ഖാൻ കൊട്ടാരത്തിൽ ഗാന്ധിജിക്കൊപ്പം തടവിലാക്കപ്പെട്ടവരാണ് കസ്തൂർബ ഗാന്ധി, സരോജിനി നായിഡു, മഹാദേവ് ദേശായി. അടുത്ത, ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ജവഹർലാൽ നെഹ്റുവിനെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചത് അഹമ്മദ് നഗർ കോട്ട, ബോംബെയിൽ. അഹമ്മദ് നഗർ കോട്ടയിൽ തടവിൽ കഴിഞ്ഞ കാലത്ത് ജവഹർലാൽ നെഹ്റു രചിച്ച കൃതിയാണ് ഇന്ത്യയെ കണ്ടെത്തൽ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലായിരുന്നോ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന്. അപ്പം അദ്ദേഹം ആ ഒരു തടവിൽ കഴിഞ്ഞ സമയത്ത് ക്വിറ്റ് ഇന്ത്യ നടന്നപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് മാറ്റുകയുണ്ടായി നമ്മുടെ അഹമ്മദ് നഗർ കോട്ടയിലേക്ക്. ആ ഒരു തടവറയിൽ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറഞ്ഞ കൃതി രചിച്ചത്. നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി സമർപ്പിക്കുന്നത് സഹപ്രവർത്തകർക്കും ജയിലിലെ തടവുകാർക്കുമാണ് അദ്ദേഹം ആ കൃതി സമർപ്പിച്ചത്. ഇനിയും ത്രാമൽപത്തിയ ജദീയ സർക്കാരിന് നേതൃത്വം നൽകിയ സതീഷ് ചന്ദ്ര സാമന്തയായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മലബാറിൽ നടന്ന പ്രധാന സംഭവമാണ് കീഴിയല്ലൂർ ബോംബ് കേസ്. ഓർത്തിരിക്കണം, ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മലബാറിൽ നടന്ന പ്രധാന സംഭവമാണ് കീഴിയല്ലൂർ ബോംബ് കേസ്. 1942-ലാണ് നടന്നത്. ഇനിയും കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയ നേതാവാണ് ഡോക്ടർ KB മേനോൻ കേട്ടോ. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയ നേതാവാണ് ഡോക്ടർ KB മേനോൻ. അപ്പോൾ നമ്മളിപ്പം ക്വിറ്റ് ഇന്ത്യ കണ്ടു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് കണ്ടു. അതുപോലെ തന്നെ നമ്മുടെ ഏതായിരുന്നു ദണ്ഡി യാത്ര കണ്ടു, അല്ലെങ്കിൽ നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം കണ്ടു, ഒരു ചൗരി ചൗര സംഭവം കണ്ടു, നിസ്സഹകരണ പ്രസ്ഥാനം കണ്ടു, അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ബംഗാൾ ഗസറ്റ് കണ്ടു, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഈ 5 പ്രക്ഷോഭങ്ങളിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആണ്. ഗാന്ധിജിയുടെ സമരമുറകൾ അഹിംസയായിരുന്നു കണ്ടോ. അദ്ദേഹം പറഞ്ഞ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത്, അല്ലെങ്കിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ കൊല്ലുക എന്നൊരിക്കലും പറഞ്ഞില്ല അല്ലേ. എപ്പോഴും മറ്റുള്ളവരെ തോക്കുകയരുത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മളെപ്പോലെ തന്നെ കാണണമെന്ന് ഒരു കോൺസെപ്റ്റുള്ള ഒരു മഹത് വ്യക്തിയായിരുന്നു ഗാന്ധിജി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ യുദ്ധമുറകളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമര തന്ത്രങ്ങളും എല്ലാം തന്നെ ഈ അഹിംസയിലൂടെ സമാധാനപരമായിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ബോധവാന്മാരാക്കി നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങൾ പിടിച്ചെടുക്കുക എന്നായിരുന്നു ഗാന്ധിജിയുടെ ലക്ഷ്യത്തിലൊന്ന്. ഓർത്തിരിക്കണം, അത്രയ്ക്ക് നല്ല ഒരു അഹിംസയിലൂടെ സമരത്തെ സമരായുധമായിട്ട് കൊണ്ടുപോയ ഒരു മഹത് വ്യക്തിയാണ് മഹാത്മാഗാന്ധി. അല്ലാതെ പ്രക്ഷോഭങ്ങളും അതുപോലെ തന്നെ യുദ്ധങ്ങളും മുറകളും എല്ലാം അദ്ദേഹം ഒരുപാട് അവഗണിച്ചിരുന്നു. സമാധാനപരമായിട്ടുള്ള യുദ്ധമുറകളാണ് അദ്ദേഹം കുടിയേറിയത് കേട്ടോ. ഓക്കെ, അടുത്തത് കൂട്ടത്തിൽപ്പെടാത്തത് പ്രാർത്ഥനാ സമാജം, ആര്യ സമാജം, ഹിന്ദു സമാജം, ബ്രഹ്മസമാജം. നമുക്കറിയാം നമ്മുടെ ഹിന്ദു സമാജമാണ് ഇവിടെ കൂട്ടത്തിൽപ്പെടാത്തത് അല്ലേ. ഹിന്ദു സമാജമാണ് കൂട്ടത്തിൽപ്പെടാത്തത്. കാരണം നമ്മുടെ പ്രാർത്ഥനാ സമാജം, ആര്യ സമാജം, ബ്രഹ്മസമാജം ഇവയെല്ലാം ഇന്ത്യയിലെ നവോത്ഥാന സംഘടനകൾക്ക് ഉദാഹരണമാണ് കേട്ടോ. ഇന്ത്യയിൽ നടന്നതാണ് ഈ പറഞ്ഞ പ്രാർത്ഥനാ സമാജവും ആര്യ സമാജവും അതുപോലെ തന്നെ സമാജവും ഒക്കെ. ഹിന്ദു സമാജം ഇവിടെയുള്ളത് അല്ല കണ്ടോ. നമ്മുടെ ഹിന്ദു സമാജമാണ് ആൻസർ വരേണ്ടത്. പ്രാർത്ഥനാ സമാജം, ആര്യ സമാജം, ബ്രഹ്മസമാജം എന്നിവ ഇന്ത്യയിലെ നവോത്ഥാന സംഘടനകൾക്ക് ഉദാഹരണമാണ്. ഇനി ബ്രഹ്മ സമാജത്തിൻ്റെ സ്ഥാപകനാണ് രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജം സ്ഥാപിതമായ വർഷം 1828-ലാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ ദേശീയ പത്ര പ്രവർത്തനത്തിൻ്റെ സ്ഥാപകനാണ് രാജാറാം മോഹൻ റോയ്. ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് രാജാറാം മോഹൻ റോയ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ഗുമസ്തനായി സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായകനും
രാജാറാം മോഹൻ റോയ് തന്നെയാണ്. രാജാറാം മോഹൻ റോയ്ക്ക് രാജ എന്ന പദവി നൽകിയ മുഗൾ രാജാവാണ് അക്ബർ ഷാ ടു കേട്ടോ. അക്ബർ ഷാ ടു രാജാവാണ് നമ്മുടെ രാജാറാം മോഹൻ റോയ്ക്ക് രാജ എന്ന് പറഞ്ഞ പേര് നൽകിയത്. ഇനി ആത്മീയ സഭ സ്ഥാപിച്ചതും രാജാറാം മോഹൻ റോയ് തന്നെയാണ്. 1815 നവഭാരതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചോദ്യമാണ് രാജാറാം മോഹൻ റോയ് ആണ് കേട്ടോ. നവഭാരതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നമ്മുടെ രാജാറാം മോഹൻ റോയ് ആണ്. അതുപോലെ നമ്മുടെ സതി ഇല്ലേ, സതി ചോദ്യം സതി, അതായത് ഒരു കുടുംബത്തിലെ പുരുഷന്മാർ മരിക്കുമ്പോൾ സ്ത്രീകളിൽ അവരെ കത്തിക്കുന്ന അതിലേക്ക് തന്നെ എടുത്ത് ചാടി മരിക്കണം എന്നൊരു നിയമം ഉണ്ടായിരുന്നു. ആ നിയമത്തിനെയും നിർത്തലാക്കിയ അല്ലെങ്കിൽ അതിനെ മുൻകൈ എടുത്ത ഒരു പ്രസിദ്ധമായിട്ടുള്ള വ്യക്തിയാണ് രാജാറാം മോഹൻ കേട്ടോ. ഇനി ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിലെ ആനൈക്യത്തിൻ്റെ ഉറവിടമെന്ന് വിശേഷിപ്പിച്ച നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ. അതുപോലെ തന്നെ സതി കണ്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. സതി നിർത്തലാക്കാൻ മുൻകൈ എടുത്ത നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സബ്ബാത് കൗമുദി കേട്ടോ. സബ്ബാത് കൗമുദി 1829 അദ്ദേഹം ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ്. ഇനിയും രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് മിറാത്ത് ഉൽ അക്ബർ കേട്ടോ. 1822 മിറാത്ത് ഉൽ അക്ബർ എന്ന് പറഞ്ഞ പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമായിട്ട് ഉള്ളത്. ഇനി പ്രധാന പുസ്തകങ്ങളാണ് തുഫത്ത് ഉൾ മുഹാവുദ്ദീൻ, ജീസസിൻ്റെ കൽപ്പനകൾ, വേദാന്ത ഗ്രന്ഥം കേട്ടോ. ഇതെല്ലാം നമ്മുടെ തുഫത്തുൽ മുഹാവുദ്ദീനും അതുപോലെ തന്നെ വേദാന്ത ഗ്രന്ഥവും ജീസസിൻ്റെ കൽപ്പനകളും രാജാറാം മോഹൻ റോയുടെ പ്രധാനമായിട്ടുള്ള കൃതികളാണ്. അടുത്തത് രാജാറാം മോഹൻ റോയ് അന്ത്യവിശ്രമം കൊള്ളുന്നത് ബ്രിസ്റ്റോൾ, ഇംഗ്ലണ്ടിലുള്ള ബ്രിസ്റ്റോളിലാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത്. ആര്യ സമാജം സ്ഥാപിതമായ വർഷം 1875. ആര്യ സമാജം സ്ഥാപിതമായത് 1875. ആസ്ഥാനം മുംബൈ. ആര്യ സമാജ സ്ഥാപകൻ ദയാനന്ദ സരസ്വതി. ആര്യ സമാജത്തിൻ്റെ സ്ഥാപകനാണ് ദയാനന്ദ സരസ്വതി. ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് ദയാനന്ദ സരസ്വതി കേട്ടോ. ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് ദയാനന്ദ സരസ്വതിയാണ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് ദയാനന്ദ സരസ്വതിയാണ്. ഇനിയും ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് സ്വാമി ദയാനന്ദ സരസ്വതി തന്നെയാണ്. ഇന്ത്യക്കാർക്ക് മാത്രം എന്ന് പറഞ്ഞ മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് നമ്മുടെ സ്വാമി ദയാനന്ദ സരസ്വതി തന്നെയാണ്. ദയാനന്ദ സരസ്വതിയുടെ പ്രസിദ്ധമായ കൃതിയാണ് സത്യാർത്ഥ പ്രകാശം കേട്ടോ. സത്യാർത്ഥ പ്രകാശമാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള കൃതി. ഇനി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ നാമമാണ് മുൾശങ്കർ കേട്ടോ. മുൾശങ്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. ആര്യ സമാജത്തിൻ്റെ ആദ്യ യൂണിറ്റ് എവിടെയാണ് സ്ഥാപിതമായത്? ബോംബെയിലാണ് ആര്യ സമാജത്തിൻ്റെ ആദ്യ യൂണിറ്റ് സ്ഥാപിതമായത്. 10 സിദ്ധാന്തങ്ങൾ ഏത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആര്യ സമാജവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ഹിന്ദു മതത്തിൽ നിന്ന് വിട്ടുപോയവരെ ഹിന്ദു മതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച സംഘടനയാണ് ശുദ്ധി പ്രസ്ഥാനം. അതായത് ഹിന്ദു മതത്തിൽ നിന്ന് വിട്ടുപോയവരെ, ആരൊക്കെയാണ് അവിടെ നിന്ന് വിട്ടുപോയവർ, അവരെ തിരികെ കൊണ്ടുവരാനായിട്ട് ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച സംഘടനയാണ് ശുദ്ധി പ്രസ്ഥാനം. വേദഭാഷ്യം അതുപോലെ തന്നെ വേദഭാഷ്യ ഭൂമിക എന്നിവയുടെ രചനകളാണ് നമ്മുടെ ദയാനന്ദ സരസ്വതി. ഹരിദ്വാറിൽ കാംഗ്രി ഗുരുകുലം സ്ഥാപിച്ച സംഘടന ആര്യ സമാജമാണ് കേട്ടോ. ഹരിദ്വാറിൽ കാംഗ്രി ഗുരുകുലം സ്ഥാപിച്ച സംഘടനയാണ് ആര്യ സമാജം. ദയാനന്ദ ആംഗ്ലോ വേദിക് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ലാഹോറിലാണ്. ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യനായ പ്രശസ്ത സ്വാതന്ത്ര്യ സേനാനിയാണ് ലാലാ ലജ്പത് റായ്, നമ്മൾ കുറച്ച് മുമ്പ് കണ്ട വ്യക്തി. ഇനി ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് ടിബറ്റിൽ നിന്നാണെന്ന് അഭിപ്രായപ്പെട്ടത് ദയാനന്ദ സരസ്വതി തന്നെയാണ്. 19ാം നൂറ്റാണ്ടിൽ മിശ്ര ഭോജനം, മിശ്ര വിവാഹം, വിധവ പുനർവിഭാഗം എന്നീ പുരോഗതിക്കായി നിലകൊണ്ട് പരിഷ്കരണം നടത്തിയ പ്രസ്ഥാനമാണ് പ്രാർത്ഥനാ സമാജം കേട്ടോ. ഓർത്തിരിക്കണം, പ്രാർത്ഥനാ സമാജം 19ാം നൂറ്റാണ്ടിലുള്ള മിശ്ര ഭോജനം, മിശ്ര വിവാഹം, അതുപോലെ തന്നെ വിധവ പുനർവിവാഹം എന്നീ പുരോഗതിക്ക് നിലകൊണ്ട പരിഷ്കരണ പ്രസ്ഥാനമാണ് പ്രാർത്ഥനാ പ്രസ്ഥാനം. ഇനി പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുർഗാണ് കേട്ടോ. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുർഗാണ്. സ്ഥാപിക്കപ്പെട്ട വർഷം 1867. മറ്റു നേതാക്കൾ MG റാണ്ഡെ, അതുപോലെ തന്നെ KT തിലക്,
RG ഭണ്ഡാർക്കർ. ഇവരാണ് പ്രാർത്ഥനാ സമാജത്തിൻ്റെ മറ്റ് നേതാക്കളായിട്ട് അറിയപ്പെടുന്നത്. സോ 4 കാര്യങ്ങൾ ഓർത്തിരിക്കണം. പ്രാർത്ഥനാ സമാജം എന്തിനു വേണ്ടി, ആര്യ സമാജം എന്തിനു വേണ്ടി, ബ്രഹ്മസമാജം എന്തിനു വേണ്ടി എന്ന് ഓർത്തിരിക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ നൽകിയ കൂട്ടത്തിൽപ്പെടാത്തത് നമുക്ക് മിക്കവർക്കും അറിയാവുന്നതല്ലേ. നീല വിപ്ലവം, ധവള വിപ്ലവം, ഹരിത വിപ്ലവം, ഓറഞ്ച് വിപ്ലവം. ഏതാണ് നമ്മുടെ ഓറഞ്ച് വിപ്ലവമാണ് കൂട്ടത്തിൽപ്പെടാത്തത്. കാരണം ബാക്കി 3 എന്താണ് നമ്മുടെ കാർഷിക വിളയുടെ ഉൽപ്പാദനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓറഞ്ച് വിപ്ലവം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ അറിയാവോ? ഓറഞ്ച് വിപ്ലവം എന്തുമായിട്ട് ബന്ധപ്പെട്ടാന്ന് അറിയാമോ? ഓറഞ്ച് വിപ്ലവം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഓറഞ്ച് വിപ്ലവം, ഓറഞ്ച് റെവല്യൂഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമ്മുടെ രാഷ്ട്രീയ വിപ്ലവത്തിന് ഉദാഹരണം കേട്ടോ. നമ്മുടെ പൊളിറ്റിക്കൽ റെവല്യൂഷന് ഉദാഹരണമാണ് നമ്മുടെ ഓറഞ്ച് വിപ്ലവം. ഓർത്തിരിക്കണം. നീല വിപ്ലവവും ധവള വിപ്ലവവും ഹരിത വിപ്ലവവും ഒക്കെ കാർഷിക വിളകളുടെ ഉൽപ്പാദനവുമായിട്ട് ബന്ധപ്പെട്ട റെവല്യൂഷൻസ് അല്ലെങ്കിൽ വിപ്ലവങ്ങളാണ്. നമ്മുടെ ഓറഞ്ച് വിപ്ലവം എന്ന് പറയുന്നത് രാഷ്ട്രീയ വിപ്ലവത്തിന് ഉദാഹരണം കേട്ടോ. ബാക്കി 3 നമ്മുടെ എന്തിനാണ്, കാർഷിക വിളകളുടെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. നീല വിപ്ലവം, ധവള വിപ്ലവം, ഹരിത വിപ്ലവം എന്നിവ കാർഷിക വിളകളുടെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതാണ്. ഓറഞ്ച് വിപ്ലവം രാഷ്ട്രീയ വിപ്ലവത്തിനാണ് ഉദാഹരണമായിട്ടുള്ളത്. തൊട്ട് താഴെ വിപ്ലവങ്ങളുണ്ട്, പഠിക്കേണ്ടതാണ്. സയൻസിൽ നിന്നും സോഷ്യലിൽ നിന്നും ഒക്കെ ചോദ്യങ്ങൾ. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ബയോളജി, ഫിസിക്സ്, ബയോളജിക്കകത്തുനിന്നും സയൻസിൽ നിന്നും അതുപോലെ തന്നെ ഈ പറഞ്ഞ സോഷ്യലിൽ നിന്നും ചോദ്യം ചോദിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ് റെവല്യൂഷൻസ്. നോക്കിയേ, മഞ്ഞ വിപ്ലവം എണ്ണ കുരുക്കളുടെ ഉൽപ്പാദനവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നതാണ് മഞ്ഞ വിപ്ലവം. അടുത്ത ബ്ലാക്ക് വിപ്ലവം പെട്രോളിയം ഉൽപ്പാദനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നീല വിപ്ലവം ചോദിച്ചിട്ടുണ്ട്, മത്സ്യ ഉൽപ്പാദനമാണ്. ബ്രൗൺ വിപ്ലവം തുകൽ നിർമ്മാണത്തിലുള്ളതാണ്. ഗോൾഡൻ ഫൈബർ എന്ന് പറയുന്നത് നമ്മുടെ ചണം ആയിട്ട് ബന്ധപ്പെട്ടുള്ള വിപ്ലവമാണ്. ഗ്രേ വിപ്ലവം ഭവന നിർമ്മാണം അതുപോലെ തന്നെ രാസവളവുമായിട്ട് ബന്ധപ്പെട്ട വിപ്ലവമാണ് ഗ്രേ വിപ്ലവം. പിങ്ക് വിപ്ലവം മരുന്ന്, ചെമ്മീൻ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടാണ് പിങ്ക് വിപ്ലവം. റെഡ് വിപ്ലവം മാംസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. റൗണ്ട് വിപ്ലവം ഉരുളക്കിഴങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സുവർണ വിപ്ലവം പഴം, പച്ചക്കറി, തേൻ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഹരിത വിപ്ലവം കാർഷിക ഉൽപ്പാദനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ധവള വിപ്ലവം നമ്മുടെ പാൽ ഉൽപ്പാദനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സോ ഇത്തരം കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. നമ്മുടെ ഓരോ നിറങ്ങളിലുള്ള നീല വിപ്ലവം മത്സ്യ ഉൽപ്പാദനം, ധവള വിപ്ലവം എന്താണ് നമ്മുടെ പാൽ ഉൽപ്പാദനം, ഹരിത വിപ്ലവം കാർഷിക ഉൽപ്പാദനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനിയും നമുക്കറിയാമല്ലോ നമ്മുടെ MS സ്വാമിനാഥൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? MS സ്വാമിനാഥൻ ഓർക്കുന്നില്ലേ? ഹരിത വിപ്ലവം കേട്ടോ. ഇനിയും ധവള വിപ്ലവത്തിൻ്റെ പിതാവാരാണ്? ധവള വിപ്ലവത്തിൻ്റെ അറിയത്തില്ലേ? അമ്പട കള്ള പാൽ ഉൽപ്പാദനമായിട്ട് ബന്ധപ്പെട്ടുള്ള കേട്ടില്ല. വർഗീസ് കുര്യൻ കേട്ടോ, ഓർത്തിരിക്കണം. വർഗീസ് കുര്യനാണ് നമ്മുടെ പാൽ ഉൽപ്പാദനം അല്ലെങ്കിൽ ധവള വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് കേട്ടോ. ഓർത്തിരിക്കേണ്ട 2 പേരാണ് കേട്ടോ, നമ്മുടെ വർഗീസ് കുര്യനും അതുപോലെ തന്നെ നമ്മുടെ ഹരിത വിപ്ലവത്തിലുള്ള വ്യക്തികൾ കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ അതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 2 പേരുടെയും പേരുകൾ, ഇതിൻ്റെ പിതാക്കൾ ആരെന്ന് പറഞ്ഞ പേരിലും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോ ആ 2 പേരും കൂടി ഈ ഒരു പാർട്ടി നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ സ്ഥാപക വിധമായി കണക്കാക്കുന്നത് 5ാം ക്ലാസ് തുടങ്ങുന്നതാണ്. ആരാണ്? ഡോക്ടർ വിക്രം സാരാഭായ് കേട്ടോ. ഡോക്ടർ വിക്രം സാരാഭായാണ് ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ സ്ഥാപകനായിട്ട് കണക്കാക്കപ്പെടുന്നത്. APJ അബ്ദുൽ കലാം കിടക്കുന്ന അങ്ങോട്ട് പോകാൻ ഒരു ചാൻസ് നമുക്ക് തോന്നും, പക്ഷേ പോകരുത്. നമ്മുടെ സ്ഥാപക പിതാവായിട്ട്, അതായത് ബഹിരാകാശ പരിപാടിയുടെ സ്ഥാപക പിതാവായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഡോക്ടർ വിക്രം സാരാഭായ് തന്നെയാണ്. ഓക്കെ, ISROയുടെ ആദ്യ ചെയർമാനാണ് ഡോക്ടർ വിക്രം സാരാഭായ്. വിക്രം സാരാഭായിയുടെ ജന്മദേശം ഗുജറാത്തിലുള്ള അഹമ്മദാബാദിലാണ്. ആണവശാസ്ത്ര മേഖലയിലും ബഹിരാകാശ മേഖലയിലും ഒരേപോലെ സംഭാവന നൽകിയ ശാസ്ത്രജ്ഞനാണ് വിക്രം സാരാഭായ്. കണ്ടോ, ഓർത്തിരിക്കണം. ആണവശാസ്ത്ര മേഖലയിലും ബഹിരാകാശ മേഖലയിലും ഒരേപോലെ തന്നെ സംഭാവനകൾ നടത്തിയ ശാസ്ത്രജ്ഞനാണ് വിക്രം സാരാഭായ്. തുമ്പെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അഹമ്മദാബാദിലെ ഉപഗ്രഹ ഗവേഷണ കേന്ദ്രം എന്നിവയുടെ ശില്പി എന്നറിയപ്പെടുന്നതും വിക്രം സാരാഭായാണ് കേട്ടോ. നമ്മുടെ തിരുവനന്തപുരത്തുള്ള തുമ്പെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രവും അഹമ്മദാബാദിലെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിൻ്റെയും ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ വിക്രം സാരാഭായ് തന്നെയാണ്. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപിതമാകാൻ പ്രവർത്തിച്ചവരാണ് ജവഹർലാൽ നെഹ്റു, വിക്രം സാരാഭായും. ഇന്ത്യൻ റിമോട്ട് സെൻസിങ് ദിനമാണ് ഓഗസ്റ്റ് 12 കേട്ടോ. ഇന്ത്യൻ റിമോട്ട് സെൻസിങ് ചോദിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 12 വിക്രം സാരാഭായുടെ ജന്മദിനമാണ്. ഇന്ത്യൻ റിമോട്ട് സെൻസിങ്
ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. 1962 ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയ വ്യക്തി ഡോക്ടർ വിക്രം സാരാഭായാണ്. അദ്ദേഹം അന്തരിച്ച വർഷം 1971 അദ്ദേഹം അന്തരിച്ചത്. ഇനി ISRO ചെയർമാൻമാർ ആരൊക്കെയാണെന്ന് നോക്കണം. ഇപ്പോഴും ചോദിക്കാൻ പറ്റുന്ന കറണ്ടായിട്ടുള്ള ഇപ്പോഴത്തെ ചെയർമാൻമാരാണ്. ഇപ്പോഴത്തെ ചെയർമാൻ ചന്ദ്രയാൻ 3 നടക്കുമ്പോഴുള്ള ISRO ചെയർമാൻ ആരാണ്? ഒരു മലയാളി. ആരാ? ആലപ്പുഴക്കാരൻ. ആരാണ്? S സോമനാഥ് കേട്ടോ. S സോമനാഥാണ് നമ്മുടെ ചന്ദ്രയാൻ 3 നടക്കുമ്പോഴുള്ള ISRO ചെയർമാൻ. ഇപ്പം കറണ്ടായിട്ട് അദ്ദേഹം തന്നെ കേട്ടോ. ഇനി K ശിവൻ എപ്പോഴുള്ളതെന്ന് അറിയോ? ഡോക്ടർ K ശിവൻ അറിയാമോ? ചന്ദ്രയാൻ 2 വിക്ഷേപണ സമയത്ത് ശിവനായിരുന്നു. നമ്മുടെ ചന്ദ്രയാൻ ലോഞ്ച് ചെയ്തപ്പോൾ ഉള്ള വാർത്തയായിരുന്നില്ലേ? കാരണം ശിവനൊക്കെ ഡോക്ടർ K ശിവനൊക്കെ നമ്മുടെ TV യിലൂടെ നമ്മൾ കണ്ട വ്യക്തികളാണ്. 2018, 2022 കാലയളവായിരുന്നു നമ്മുടെ K ശിവൻ ISRO ചെയർമാനായിരുന്നു. അതിന് ശേഷമാണ് നമ്മുടെ മലയാളിയായ S സോമനാഥ് ചാർജ് എടുത്തത് കേട്ടോ. ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഡോക്ടർ വിക്രം സാരാഭായ് 1963, 71 വർഷങ്ങളിലായിരുന്നു ചെയർമാനായിരുന്നത്. പ്രൊഫസർ MGK മേനോനാണ് 1772 ജനുവരി സെപ്റ്റംബർ മാസങ്ങളിൽ ചെയ്തത്. ISROയിൽ ചേരാനുള്ള ആദ്യ മലയാളി കൂടിയാണ് ഡോക്ടർ MGK മേനോൻ. അതുപോലെ തന്നെ പ്രൊഫസർ സതീഷ് ധവാൻ 1972, 84 കാലയളവിലായിരുന്നു അദ്ദേഹം ISRO ചെയർമാനായിരുന്നത്. ഏറ്റവും കൂടുതൽ കാലം ISRO ചെയർമാനായിരുന്ന വ്യക്തിയും സതീഷ് ധവാൻ തന്നെയാണ്. ഇനിയും സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ നമുക്കറിയില്ല, അവിടെ നിന്നാണ് മിക്ക ഇത് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. പ്രൊഫസർ UR റാവു 1884, 94 കാലയളവിലാണ് അദ്ദേഹം ISRO ചെയർമാനായിരുന്നത്. ഇനി ഡോക്ടർ K കസ്തൂരിരംഗൻ 1994, 2003 രണ്ടാമത്തെ മലയാളിയായിരുന്നു. ആദ്യത്തെ മലയാളി MGK മേനോൻ, രണ്ടാമത്തെ മലയാളിയാണ് നമ്മുടെ കസ്തൂരിരംഗൻ. പിന്നെ മൂന്നാമത്തെ മലയാളിയാണ് G മാധവൻ നായർ 2003, 2009 കാലയളവിൽ മൂന്നാമത്തെ മലയാളിയായിട്ട് നമ്മുടെ G മാധവൻ നായർ. നാലാമത്തെ മലയാളി 2009, 2014 കാലയളവിൽ ഡോക്ടർ K രാധാകൃഷ്ണൻ. ഇനിയും ഡോക്ടർ ശൈലേഖ് നായർ, അദ്ദേഹം താൽക്കാലികമായിട്ട് 2015 ജനുവരി 1 മുതൽ ജനുവരി 12 വരെ ഏകദേശം ഒരു 12 ദിവസം മാത്രം താൽക്കാലികമായിട്ട് നിന്നാണ് ശൈലേഖ് നായർ. പിന്നെ അതുപോലെ തന്നെ MS കിരൺകുമാർ 2015 മുതൽ 2018 വരെയുള്ള കാലയളവിൽ. ഡോക്ടർ K ശിവൻ, ഇത് ചോദിച്ചിട്ടുണ്ട്. ഡോക്ടർ K ശിവൻ 2018 മുതൽ 2022 വരെ, കാരണം ചന്ദ്രയാൻ 2 സമയത്ത് ഇദ്ദേഹമായിരുന്നു. ഇപ്പോൾ ചന്ദ്രയാൻ 3 നമുക്ക് വിക്ഷേപണം നടത്തി വിജയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ S സോമനാഥിൻ്റെ കാലയളവിലാണ്. ഇപ്പം 2022 മുതൽ എത്ര വരെ എന്ന് കൊടുത്തിട്ടില്ല. ഒരുപക്ഷെ അടുത്ത കൊല്ലം, അതിൻ്റെ അടുത്ത കൊല്ലമൊക്കെ ആയിരിക്കും. 26, 28 വരെയൊക്കെ ആയിരിക്കും അദ്ദേഹത്തിനുള്ള കാലാവധി. അപ്പോൾ ഇത് നോക്കിയാൽ മനസ്സിലാവും, മലയാളികളാണ് കൂടുതലായിട്ടും ISRO ചെയർമാനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ബുദ്ധിയുണ്ട് കേട്ടോ. നമ്മളെല്ലാവർക്കും ഭയങ്കര ബുദ്ധിയുണ്ട്. കാരണം നിങ്ങൾ നോക്കിയോ, നമ്മുടെ റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ ശിവനാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ K ശിവനാണ്. അതുപോലെ തന്നെ റോക്കറ്റ് വുമൻ ഓഫ് ഇന്ത്യ റീതു കരുതലാണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ APJ അബ്ദുൽ കലാം. നമ്മളിത് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞതല്ലേ, അത് തന്നെ സംഭവം ഒന്നുകൂടി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. യെസ്, അപ്പോൾ ഓർത്തിരിക്കണം, മലയാളികളാണ് കൂടുതൽ പേരും ISRO. ഒന്ന് ഓർത്തിരിക്കണം. ഇത്രയും ബഹിരാകാശ പരിപാടികൾ നടത്തുന്ന എന്തും വേണ്ട തലയുണ്ടെങ്കിൽ, എന്ത് വേണ്ട കാൽക്കുലേഷൻ ഉണ്ടെങ്കിലും അല്ലേ, അപ്പം അത്രയും തലയുള്ള ആൾക്കാരാണ് നമ്മുടെ മലയാളികൾ. അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ടൊന്നുമില്ല. നിങ്ങളല്ലേ ലോകത്തിലെ ഏത് മേഖലയിൽ ചെന്ന് നോക്കിയോ, അതിൻ്റെ എല്ലാ ഹെഡിലിരിക്കുന്ന അതിൻ്റെ അകത്ത് ഒരു മലയാളിയിലും കാണും കേട്ടോ. അതാണ് മലയാളിയുടെ കഴിവ്. ഇതാണ്. അപ്പം കഴിവുള്ളവരാണ് മലയാളികൾ, വിനിയോഗിച്ചാൽ മതി കേട്ടോ. ഓർത്തിരിക്കണം. ഓക്കെ, പ്രത്യേകിച്ച് S സോമനാഥിനെയും K ശിവനെയും, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാലം ചെയർമാനായിരുന്ന സതീഷ് ധവാനെയും, ആദ്യത്തെ ഇതായിരുന്ന ഡോക്ടർ വിക്രം സാരാഭായും ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് ഈജിപ്ത് സംസ്കാരത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളെ വിലയിരുത്തുക. ഓക്കെ, ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തെ നോക്കി, നൈൽ നദീ തീരങ്ങളിലാണ് വികസിച്ചത്. ശരിയാണ്. ഗിസയിലെ പിരമിഡുകൾ പുരാതന ഈജിപ്ത് സംസ്കാരത്തിന് ഏറ്റവും തിരിച്ചറിയാവുന്ന ചിഹ്നങ്ങളാണ്. കറക്റ്റാണ്. തെക്കൻ ഈജിപ്തിലെ ആദ്യകാല സംസ്കാരങ്ങൾ ഏറ്റവും വലുത് ബെദേറിയൻ സംസ്കാരമാണ്. ശരിയാണ്. അടുത്തത്, പുരാതന ഈജിപ്തിൽ ശവകുടീരങ്ങളിൽ ആഭരണങ്ങളും മറ്റ് നിധികളും കൊണ്ട് നിറച്ചിരുന്നു. അതും ശരിയാണ്. അപ്പോൾ എന്താണ്, എല്ലാ പ്രസ്താവനകളും ശരിയാണെന്നാണ് ഇവിടെ വേണ്ടത്. ഈജിപ്ത് സംസ്കാരത്തിൽ ഈ താഴെ കൊടുത്തിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും, മുഴുവൻ പ്രസ്താവനകളും ശരിയാണെന്നാണ് ഉത്തരം വരേണ്ടത്. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഓൾറെഡി നമ്മൾ കണ്ടതാണ്. നോക്കി, ഈജിപ്ത് സംസ്കാരത്തിൻ്റെ അടിത്തറയായിട്ട് നമ്മൾ കണക്കാക്കുന്നത് കൃഷിയാണ് കേട്ടോ. ഈജിപ്ത് സംസ്കാരത്തിൻ്റെ
അടിത്തറയായിട്ട് നമ്മൾ കണക്കാക്കുന്നത് കൃഷിയാണ്. അതുപോലെ തന്നെ വെങ്കലയുഗ സംസ്കാരത്തിന് ഉദാഹരണമാണ് ഈജിപ്ത് സംസ്കാരം. കാരണം വെങ്കലത്തിൻ്റെ ഉപയോഗം തുടങ്ങിയത് നമ്മുടെ ഈജിപ്ഷ്യൻ സംസ്കാരത്തിലായിരുന്നു. ഇനി നൈൽ നദിയുടെ ദാനം ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുള്ളതാണ്. നൈൽ നദിയുടെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യം ഈജിപ്താണ് കേട്ടോ. നൈൽ നദിയുടെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യം ഈജിപ്താണ്. ഈജിപ്തിനെ നൈൽ നദിയുടെ ദാനം എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരനാണ് ഹെറോഡോട്ടസ് കേട്ടോ. ഹെറോഡോട്ടസ് ആണ് നമ്മുടെ ഈജിപ്തിനെ നൈൽ നദിയുടെ ദാനം എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ. പ്രാചീന ഈജിപ്തിൻ്റെ ജനത രൂപപ്പെട്ടിരുന്ന എഴുത്താണ് ഹൈറോഗ്രാഫിക്സ്. ഇത് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഹൈറോഗ്രാഫിക്സ് ലിപി ആദ്യമായി വായിച്ച ഫ്രഞ്ച് പണ്ഡിതനാണ് ഷംപോലിയോ. വിശുദ്ധമായ എഴുത്തെന്നർത്ഥമുള്ള എഴുത്തുവിദ്യയാണ് ഹൈറോഗ്രാഫിക്സ്. ഹൈറോഗ്രാഫിക്സ് എഴുത്തുവിദ്യയ്ക്ക് ഏത് ചെടിയുടെ ഇലകളാണ് ഉപയോഗിച്ചിരുന്നത്? പാപ്പിറസ്. ഇതൊക്കെ നമ്മൾ കണ്ടുപോയതല്ലേ. ഇനി ഹൈറോഗ്രാഫിക്സ് ലിപി കണ്ടെത്തിയ ശിലയാണ് റോസെറ്റ ഇലയാണ്. റോസെറ്റ ലിപിയിലാണ് ഹൈറോഗ്രാഫിക്സ് ലിപി കണ്ടെത്തിയ ശില. ഇനി ഈജിപ്ത് സംസ്കാരത്തിൻ്റെ കലണ്ടർ രൂപപ്പെടുത്തിയത് എന്തിനെ അടിസ്ഥാനമാക്കിയായിരുന്നു? സൂര്യൻ. ഓർത്തിരിക്കണം, ഈ സൂര്യനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഒരു കലണ്ടർ 365 ദിവസങ്ങളായിട്ട് കണക്കാക്കുകയും 30 ദിവസങ്ങളുള്ള 12 മാസമായിട്ട് നമ്മൾ വിഭജിക്കുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ ഓർത്തിരിക്കണം, കണ്ടോ, സൂര്യനെ അടിസ്ഥാനമാക്കി ഒരു കലണ്ടർ തയ്യാറാക്കി ഒരു വർഷത്തെ 365 ദിവസങ്ങളായി കണക്കാക്കുകയും 30 ദിവസങ്ങളുള്ള 12 മാസങ്ങളൊക്കെ ഒരു വർഷത്തെ വിഭജിക്കുകയും ചെയ്ത ജനതയാണ് ഈജിപ്ഷ്യൻസ്. ഇതാണ് നമ്മളിപ്പോഴും ഫോളോ അപ്പ് ചെയ്യുന്നത്. ഇനി ഈജിപ്ഷ്യൻ ജനതയുടെ പ്രധാന സംഭാവനകളാണ് സൗരപഞ്ചാംഗം, ദശാംഗ സമ്പ്രദായം, ജലഘടികാരം, സൂര്യഘടികാരം. ഇതൊക്കെയാണ് ഈജിപ്ഷ്യൻ ജനതയുടെ പ്രധാന സംഭാവനകൾ. അതിലിപ്പോഴും നമ്മൾ ചിലതൊക്കെ കൊണ്ടു നടക്കുന്നുണ്ട്. ഇനി ജലപ്രവാഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമയം നിർണ്ണയിക്കുന്ന ജലഘടികാരം തയ്യാറാക്കുന്ന ജനത ഈജിപ്ഷ്യൻ സംസ്കാരമാണ്. പുരാതന കാലത്ത് ഈജിപ്ഷ്യൻ രാജാക്കന്മാർ അറിയപ്പെടുന്നത് ഫറവോ എന്ന് പറഞ്ഞ പേരിലാണ് പുരാതന കാലത്ത് ഈജിപ്ഷ്യൻ രാജാക്കന്മാർ അറിയപ്പെടുന്നത്. ഇനി മൃതശരീരം കേടുകൂടാതെ സൂക്ഷിക്കുന്ന രീതിയിൽ മമ്മി നിലനിന്നത് ഏത് രാജ്യത്താണ്? ഈജിപ്തിലാണ്. നമുക്കറിയാലോ, മമ്മി എന്ന് പറഞ്ഞാൽ മൃതശരീരം കേടുകൂടാതെ സൂക്ഷിച്ചിരുന്നത് അവർ മമ്മികളിലായിരുന്നു. അത് സംസ്കാരം നിലനിന്നത് ഈജിപ്തിലാണ്. മമ്മികൾ സൂക്ഷിച്ചു വെച്ചിരുന്ന ശവകുടീരങ്ങൾ അറിയപ്പെടുന്നത് പിരമിഡുകൾ. ഇപ്പോഴാണെങ്കിൽ പോലും നമുക്ക് ഇന്ന് ഈജിപ്തിലൊക്കെ പോയാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മഹത്തായ പിരമിഡ് സ്ഥിതി ചെയ്യുന്നത് ഈജിപ്തിലെ ഗിസയിലാണ് കേട്ടോ. ഗിസയിലാണ് മഹത്തായ പിരമിഡ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഗിസയിലെ പിരമിഡ് നിർമ്മിച്ചത് കുഫു രാജാവാണ്. പ്രതിമാ നിർമ്മാണത്തിൽ വിദഗ്ധരായിരുന്ന ഈജിപ്ഷ്യൻ ജനത നിർമ്മിച്ച മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലുമുള്ള പ്രതിമകളാണ് സ്ഫിങ്സ് കേട്ടോ. ഓർത്തിരിക്കണം, നമ്മുടെ പ്രതിമാ നിർമ്മാണത്തിൽ വിദഗ്ധരായ ഈജിപ്ഷ്യൻ ജനത നിർമ്മിച്ച മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലുമുള്ള പ്രതിമകളാണ് സ്ഫിങ്സ്. നമുക്ക് ഈ പിരമിഡിൻ്റെയൊക്കെ മുകളിൽ കാണാമല്ലോ ഇങ്ങനെയുള്ള രൂപങ്ങളോട് ഉണ്ടാക്കി വെക്കും. സോ സ്ഫിങ്സ് എന്നാണ് അവരുടെ ഇതിൻ്റെ ഉള്ള പേര് അറിയപ്പെടുന്നത് കേട്ടോ. ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നൈൽ നദിയുടെ ദാനം ഈജിപ്താണെന്നും ഓക്കെ നിങ്ങൾ ഓർത്തിരിക്കണം. അവിടെയുള്ള ലിപി അതാണ് ഹൈറോഗ്രാഫിക്സ് ലിപി. അതിന് ഉപയോഗിച്ചിരുന്ന ഇലയാണ് പാപ്പിറസിൻ്റെ ഇല എന്നൊക്കെ പറഞ്ഞ് ഓർത്തിരിക്കുക കേട്ടോ. പ്രത്യേകിച്ച് ഈ പറഞ്ഞ നൈൽ നദിയുടെ ദാനം രൂപപ്പെടുത്തിയ ലിപിയൊക്കെ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതിന് അടിത്തറ കൃഷിയായിരുന്നു. വെങ്കലയുഗം സ്റ്റാർട്ട് ചെയ്തതും നമ്മുടെ ഈജിപ്ഷ്യൻ സംസ്കാരത്തിലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? താഴെ കൊടുത്തിരിക്കുന്ന ഹാരപ്പൻ നാഗരികത മറ്റൊരു പേരെ അറിയപ്പെടുന്നത് ഇന്നലെയും ചോദിച്ച ചോദ്യമാണ്. ആര്യൻ നാഗരിക, സിന്ധു നദീതട സംസ്കാരം, വൈദിക നാഗരിക, ഇവയെല്ലാം ഏതാണ്? ഇന്നലെയും നമ്മുടെ ക്വസ്റ്റ്യനകത്തുണ്ടായിരുന്നല്ലേ. ഏതാ? നമ്മുടെ സിന്ധു നദീതട സംസ്കാരമാണ് നമ്മുടെ എന്തായിട്ട് അറിയപ്പെടുന്നത്? ഹാരപ്പൻ സംസ്കാരമായിട്ട് അറിയപ്പെട്ടു പോകുന്നത് കേട്ടോ. മറ്റൊരു പേരാണ് സിന്ധു നദീതട സംസ്കാരം. അപ്പോൾ ഓർത്തിരിക്കണം, അതും എന്താണ്? സിന്ധു നദീ സംസ്കാരമാണ്. ആദ്യമായി കണ്ടെത്തിയ സിന്ധു നദീ സംസ്കാര കേന്ദ്രമാണ് ഹാരപ്പ. ഇനി പാകിസ്ഥാനിലെ പടിഞ്ഞാറൻ തീരം മുതൽ ഉത്തർപ്രദേശിലെ അലംഗപ്യൂർ വരെയും വടക്ക് ജമ്മു കാശ്മീർ മുതൽ തെക്ക് നർമ്മദാ തീരം വരെയും വ്യാപിച്ചു കിടന്ന സിന്ധു നദീ സംസ്കാര കേന്ദ്രമാണ് ഹാരപ്പ. സിന്ധു നദീ സംസ്കാരത്തിൻ്റെ ആദ്യ തെളിവുകൾ ലഭിച്ച സ്ഥലമാണ് ഹാരപ്പയിലുള്ളത്. അതുപോലെ തന്നെ ഹാരപ്പൻ സംസ്കാരം എന്നറിയപ്പെടുന്ന സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. ഇനിയും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നലെ ഞാൻ ചോദിച്ചിരുന്നു. സിന്ധു നദീ സംസ്കാര കേന്ദ്രമായ മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലാണ്. ഹാരപ്പയിലെ ഉത്ഖനനത്തിന് നേതൃത്വം നൽകിയത് ദയാറാം സാംഘിയാണ്. ഈ മോഹൻജദാരോ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ മറ്റൊരെണ്ണോട് പഠിക്കണം. ഏതാണ്? മാകൂട്ടി തന്നെ തുടങ്ങുന്നത്. ഏതാണെന്നറിയോ? സിന്ധു നദീ സംസ്കാര കേന്ദ്രമായ മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പാകിസ്ഥാനിലാണ്. വേറൊരെണ്ണം ഉണ്ട്. ഏതായിരുന്നു? ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഓർമ്മയുണ്ടോ? ഏതായിരുന്നു? മോഹൻജദാരോയുടെ കൂടെ തന്നെ പഠിച്ചു പോയണ്ടോ എന്ന് പറഞ്ഞതാണ്. ഏതായിരുന്നു? മറന്നുപോയോ? വിട്ടുപോയോ? ഓർത്ത് നോക്കി, കിട്ടും.
ഇന്നലെ അത് പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ മോഹൻജൊദാരോ പറഞ്ഞ കൂട്ടത്തിൽ ഒരാൾ തെറ്റിച്ച് ഞാൻ പറഞ്ഞതാണ്, അതല്ല ഇതാന്ന് പറഞ്ഞതാണ്. പാകിസ്ഥാനിൽ നമ്മുടെ അയൽ സംസ്ഥാനമാണ്, എപ്പോഴും നമ്മൾ യുദ്ധമാണെന്ന് പറഞ്ഞ് നിങ്ങളിലേക്ക് ഉത്തരത്തിലേക്ക് വന്ന അതിന് മുമ്പ് ചാടിക്കയറി വേറൊരു ഉത്തരത്തിലേക്ക് പോയായിരുന്നു. ഏതായിരുന്നു ആ ഉത്തരം? മഹാസ്ഥാനം അല്ലേ? അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? അതെവിടെയാ? അതെവിടെയാ? മോഹൻജൊദാരോയിൽ കേട്ടോ, ഓർത്തിരിക്കണം. ഓർമ്മയില്ലേ? മോഹൻജൊദാരോ എന്ന് പറഞ്ഞ വാക്ക് ഓർമ്മയില്ലേ? മോഹൻജൊദാരോ എവിടെ സ്ഥിതി ചെയ്യുന്നത്? എവിടെയാ? ഹലോ, കേൾക്കത്തില്ലേ? എവിടെയാ സ്ഥിതി ചെയ്യുന്നേ? ഇവിടെ ഇല്ലേ? ലൈനിലാരും ഇല്ലേ? എവിടെയാ സ്ഥിതി ചെയ്യുന്നത് മോഹൻജൊദാരോ? പാകിസ്ഥാനിൽ കേട്ടോ, ഓർത്തിരിക്കണം. മോഹൻജൊദാരോ പാകിസ്ഥാനിലാണ്. അതുപോലെ തന്നെ അതിനോട് കൂടെ തന്നെ കണക്ട് ചെയ്ത് പറയേണ്ട പേരേതാ? പേരേതാ? ജിബിനെ ഓർമ്മയില്ലേ? വിട്ടുപോയോ? അത് ശരി. മെസപ്പൊട്ടോമിയൻ എവിടെയാ? കൂട്ടി തന്നെയല്ലേ തുടങ്ങുന്നത്? ഇറാഖ് കേട്ടോ. രണ്ട് ഓർത്തിരിക്കണം, രണ്ട് ഇമ്പോർട്ടൻ്റ് കേട്ടോ. മെസപ്പൊട്ടോമിയൻ സംസ്കാരം അല്ലെങ്കിൽ മെസപ്പൊട്ടോമിയൻ സ്ഥിതി ചെയ്യുന്നത് ഇറാഖിലാണ്. മോഹൻജൊദാരോ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലാണ് കേട്ടോ. രണ്ടും കൂട്ടിയെ തുടങ്ങുന്നത്, രണ്ട് കൺഫ്യൂസിങ് ആണ് കേട്ടോ. മെസപ്പൊട്ടോമിയയും അതുപോലെ തന്നെ മോഹൻജൊദാരോയും ഇറാഖിലും പാകിസ്ഥാനിലും ഇന്നലെയും പറഞ്ഞതാ കേട്ടോ, മറന്നു പോകരുതേ, ഓർത്തിരിക്കണം കേട്ടോ. ഇനിയും ഹാരപ്പയിലെ ഉത്ഖനനത്തിന് നേതൃത്വം നൽകിയതാണ് ദയാറാം സാംഘി. ഹാരപ്പ സംസ്കാരത്തിൻ്റെ കാലഘട്ടമായി പൊതുവെ അറിയപ്പെടുന്നത് എന്താ ചോദിച്ചത് അല്ലേ? 2700 മുതൽ BC 1700 വരെ കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട് ഒരു വട്ടം കേട്ടോ. കാരണം അതൊരു എസ്റ്റിമേറ്റഡ് ഇതാണെങ്കിലും പൊതുവെ ഒരു നമ്മൾ പറയുന്ന അപ്രോക്സിമേറ്റ് കാലഘട്ടമാണെങ്കിൽ പോലും അത് ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. ഇനി സിന്ധു നദീ സംസ്കാര കേന്ദ്രമായ സുൽത്താൻജിന്തോർ സ്ഥിതി ചെയ്യുന്ന രാജ്യം പാകിസ്ഥാൻ തന്നെയാണ്. സിന്ധു നദീ സംസ്കാര കേന്ദ്രങ്ങളിൽ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നവയാണ് അലിംഗപൂർ, രാങ്പൂർ, കാലിബംഗൾ, ലോഥർ, ധോളവീര, ബൻവാലി. ഇനി ഹാരപ്പയിൽ നഗര പ്രധാന പ്രത്യേകതയായിരുന്നു ചുട്ട ഇഷ്ടികകളുടെ ഉപയോഗം. സിന്ധു നദീ സംസ്കാര കേന്ദ്രങ്ങളിൽ നഗരങ്ങൾക്ക് 2 ഭാഗങ്ങൾ ഉണ്ടായിരുന്നവയാണ് മോഹൻജൊദാരോ, ഹാരപ്പ, അതുപോലെ തന്നെ ലോഥർ. സിന്ധു നദീ കേന്ദ്രങ്ങളുടെ പ്രധാന പ്രത്യേകതയായിരുന്നു അഴുക്കുചാൽ സംവിധാനം. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് അല്ലേ? അഴുക്കുചാൽ സംവിധാനമൊക്കെ വന്നു തുടങ്ങിയെന്ന്. ഇനി അഫ്ഗാനിസ്ഥാനിലെ പ്രധാന സിന്ധു നദീ സംസ്കാര കേന്ദ്രമാണ് ഷോർട്ടുഗായ്. ഏത് നദിയുടെ സംസ്കാര കേന്ദ്രത്തിലാണ് വലിയ കുളത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്? മോഹൻജൊദാരോ കേട്ടോ. മോഹൻജൊദാരോ വലിയ കുളത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. അതുപോലെ തന്നെ ഏത് നദീതട സംസ്കാര കേന്ദ്രത്തിൽ നിന്നാണ് ധാന്യപ്പുരയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്? ഹാരപ്പ. ഓർത്തിരിക്കണം, വലിയ കുളത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് മോഹൻജൊദാരോയിൽ നിന്നും. നമ്മുടെ ധാന്യപ്പുരയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഹാരപ്പയിൽ നിന്നുമാണ്. നെൽകൃഷി ചെയ്തതിൻ്റെ തെളിവുകൾ ലഭിച്ച സിന്ധു നദീ സംസ്കാര കേന്ദ്രമായ റാങ്പൂർ, ലോഥർ എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ഇനിയും നിലം ഉഴുത് മറിച്ച് കൃഷി നടത്തിയതിൻ്റെ തെളിവുകൾ ലഭിച്ച സംസ്കാര കേന്ദ്രമായ കാലിബംഗർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. ജലസേചനത്തിന് വേണ്ട കനാലുകൾ നിർമ്മിച്ച സിന്ധു നദീ കേന്ദ്രമാണ് കാലിബംഗൽ. അതുപോലെ തന്നെ കാലിബംഗൽ സ്ഥിതി ചെയ്യുന്ന നദീകരമാണ് ഹഗ്ഗർ കേട്ടോ. ഖഗ്ഗർ എന്ന് പറഞ്ഞാൽ നദീതീരത്താണ് കാലിബംഗൽ സ്ഥിതി ചെയ്യുന്നത്. കളിമണ്ണിൽ തീർത്ത കലപ്പയുടെ രൂപങ്ങൾ ലഭിച്ചത് കാലിബംഗലിൽ നിന്നാണ്. മുദ്രകളുടെ നിർമ്മിതി ഏത് ജനതയുടെ മികച്ച കലാവൈഭവത്തിൻ്റെ തെളിവുകളാണ്? ഹാരപ്പൻ. മുദ്രകളുടെ നിർമ്മിതി ഏത് ജനതയുടെ മികച്ച കലാവൈഭവത്തിൻ്റെ തെളിവുകളാണ്? ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തെളിവാണ്. ഇനി വെങ്കലത്തിൻ്റെ ഉപയോഗം മൂലം വെങ്കലയുഗ സംസ്കാരം എന്നറിയപ്പെടുന്ന നദിയുടെ സംസ്കാര കേന്ദ്രമാണ് ഹാരപ്പൻ സംസ്കാരം. അടുത്ത സിന്ധു നദീ സംസ്കാര കേന്ദ്രങ്ങളിൽ കടൽ വഴിയുള്ള വാണിജ്യ കേന്ദ്രമായിരുന്നു ലോഥൽ. സിന്ധു നദീ നിവാസികൾ വെങ്കല നിർമ്മാണത്തിന് ആവശ്യമായ ചെമ്പ് ശേഖരിച്ച ഖേത്രി ചെമ്പ് ഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാനിലാണ്. മുത്തു നിർമ്മാണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ലഭിച്ച സിന്ധു നദിയുടെ സംസ്കാര കേന്ദ്രമാണ് നമ്മുടെ ലോഥൽ എന്ന് പറയുന്നത്. ഇനി നർത്തകിയുടെ പ്രതിമ ലഭിച്ച സിന്ധു നദി സംസ്കാര കേന്ദ്രം മോഹൻജൊദാരോയാണ്. ഓർത്തിരിക്കണം, നമ്മുടെ വലിയ കുളത്തിൻ്റെയും നർത്തകിയുടെയും ലഭിച്ചത് മോഹൻജൊദാരോ വെച്ചാണ്. അതുപോലെ തന്നെ നമ്മുടെ ധാന്യപ്പുരയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഹാരപ്പ വെച്ചാണ്. ഇനിയും ഫലപുഷ്ടിയുമായി ബന്ധപ്പെട്ട് മാതൃദൈവ ആരാധനയുടെ തെളിവ് ലഭിച്ച സംസ്കാര കേന്ദ്രമാണ് ഹാരപ്പ. മൃഗങ്ങളെയും വൃക്ഷങ്ങളെയും ആരാധിച്ചിരുന്ന നദീതട സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരം. ഹാരപ്പൻ സംസ്കാരം ക്ഷയിച്ചു തുടങ്ങിയത് BC 1700-കളിലാണ് കേട്ടോ. BC 1700-ലാണ് ഹാരപ്പൻ സംസ്കാരം ക്ഷയിച്ചു തുടങ്ങിയത്. അത് ക്ഷയിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? വെള്ളപ്പൊക്കം, പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ, വനനശീകരണം, കാർഷിക മേഖലയുടെ തകർച്ച,
അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ. ഇതായിരുന്നു നമ്മുടെ ഹാരപ്പൻ സംസ്കാരം തകരാനായിട്ടുള്ള പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ കേട്ടോ. ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. സംസ്കാരങ്ങൾ 4 ഉള്ളൂ, 4 ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് വൈകുന്നേരം ഡിസ്കസ് ചെയ്യാം. വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടുതന്നിട്ടുണ്ട്, അതിൻ്റെ ആൻസറും ഡീറ്റെയിൽ ആയിട്ട് കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക്